മഹി, ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നീ ആഗ്രഹിച്ചു പഠിച്ച ആ വക്കീൽ കുപ്പായം നിനക്ക് തിരികെ ഇടാം. അതും മാത്രമല്ല, ഹോം മിനിസ്റ്റർ വിചാരിച്ചാൽ ഒരു വലിയ ജുഡീഷ്യറി പോസ്റ്റ് തന്നെ നിനക്ക് തരപ്പെടുത്തി തരാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്ക്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാ നിന്നെ കാത്തിരിക്കുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സ്വന്തം ഭാവി അവനവൻ തന്നെ നോക്കിയാൽ നല്ലത്. ചേട്ടനെ പോലെ വല്ല എടുത്തുചാട്ടത്തിനും മുതിർന്ന അത് വലിയ അബദ്ധത്തിലാവും ചെന്ന് അവസാനിക്കുക. ഒരു മോൻ കൂടി പിഴച്ചു പോകുന്നത് സഹിക്കാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല മഹി. നീ വീണ്ടും ആ കല്യാണിയുടെ പിറകെ പോകാനാണ് ഭാവമെങ്കിൽ ഇനി നിന്നെ ഉപദേശിക്കാനൊന്നും ഞാൻ വരില്ല. അവളെ ഞാനങ്ങോട്ട് തീർത്ത് കളയും. അവളെ ഞാനങ്ങ് തീർത്ത് കളയുന്നു. അതല്ലെങ്കിൽ തന്നെ ഇപ്പോ കാര്യങ്ങളുടെ പോക്ക് വെച്ച് നോക്കുമ്പോ സ്വന്തം മകളുടെ കല്യാണം മുടങ്ങാൻ കാരണം ആ കല്യാണിയാണെന്ന് അറിഞ്ഞാൽ ഹോം മിനിസ്റ്റർ തന്നെ അതങ്ങ് ചെയ്തോളും. അത് പിന്നെ വെറുമൊരു കൊല്ലലും കൊലപാതകവും ഒന്നും ആയിരിക്കില്ല. അയാളുമെല്ലാം മയക്കുമരുന്ന് കേസിലും പെടുത്തി അവളെ ആജീവനാന്തം ജയിലിലിടും. പാവം, ജാമ്യം പോലും കിട്ടില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? സൂക്ഷിച്ചും കണ്ടും പ്രവർത്തിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. മാത്രമല്ല, എനിക്ക് തന്നിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ, അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഇല്ലെങ്കിൽ അവളെ തീർത്തിട്ടായിരിക്കും രമാദേവി ഈ ലോകത്ത് നിന്ന് പോകുന്നത്. ഓർമ്മയിരുന്നാൽ നല്ലത്. നീ എനിക്ക് തന്ന വാക്ക് ഓർമ്മയുണ്ടല്ലോ, അത് പാലിക്കാനുള്ളതാ. അമ്മ എപ്പോഴും നിന്റെ നന്മയ്ക്ക് വേണ്ടിയേ പറയൂ. ഒന്ന് ആലോചിക്ക്. ഹാ